എൻ്റെ അസുഖമുള്ളതാണ്. അപ്പോൾ കുറച്ച് ദൂരെ ഇന്ന് വീട്ടിൽ ചെറിയൊരു പിണക്കം, ചേട്ടനുമായിട്ട് ചെറിയൊരു പിണക്കത്തിൻ്റെ പിണക്കത്തിൽ ഒന്ന് പുറത്തിറങ്ങിയതാണെന്ന് പറഞ്ഞു. കുറച്ച് ദൂരെ കണ്ടതായിട്ട് പറയുന്നുണ്ട്, ഒരു 100 മീറ്റർ അപ്പുറത്ത് കണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വല്ലതും കണ്ട് ഇനിയിപ്പോൾ ഒരു ഫിക്സ് വല്ലതും വന്ന് പേടിച്ച് തിരിച്ചു വരാൻ വഴി ഓർമ്മ നിൽക്കാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സ് വല്ലതും വന്ന് അങ്ങനെ എവിടെയെങ്കിലും മയങ്ങി കിടക്കാനും ഒരു സാധ്യതയുണ്ട്. ഡോഗ് സ്ക്വാഡ് പരിശോധിച്ച സ്ഥലങ്ങളിലും, ഡോഗ് സ്ക്വാഡ് ചെന്ന സ്ഥലത്തെല്ലാം ഫയർ ആൻഡ് റെസ്ക്യൂ പരിശോധിച്ചിരുന്നു. അവിടെയൊന്നും കാണാത്തത് കൊണ്ട് ഇനിയൊരു പോസിബിലിറ്റി ഇതാണ്, ഫിക്സ് വരാൻ സാധ്യതയുള്ള കുട്ടിയായതുകൊണ്ട് പേടിച്ചിട്ട് ഇങ്ങനെ ഫിക്സ് വല്ലതും വന്ന് എവിടെയെങ്കിലും മയങ്ങി കിടക്കാനൊരു സാധ്യതയാണ് ഇനി നോക്കാനുള്ളത്. ഇനിയിപ്പോൾ ഏതായാലും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഇന്നത്തെ സെർച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തായാലും ശുഭപ്രതീക്ഷയിലാണ്. ഇതുപോലെ എവിടെയെങ്കിലും ഫിക്സ് വന്ന് കുട്ടി തളർന്നു വീണ് കിടക്കുന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഏതായാലും ശുഭപ്രതീക്ഷ. വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു പിണക്കം, വളരെ നിസ്സാരമായ പിണക്കത്തിൽ പുറത്ത് ഇറങ്ങി വന്നതാണ്. അതുകൊണ്ടാണ് ഈ വീട്ടിന് പരിസരത്ത് മാത്രം കളിക്കുന്ന കുട്ടി ഇന്ന് കുറച്ച് ദൂരെ കണ്ടു എന്ന് പറയുന്നത് ചിലപ്പോൾ ആ പിണക്കത്തിൻ്റെ ഭാഗമായിരിക്കും. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ അപ്പുറമുള്ള ഒരു ചെറിയ ജംഗ്ഷനിൽ അവിടെ വെച്ചാണ് 2 സ്ത്രീകൾ ഒരു 12 മണിയോട് അടുപ്പിച്ച് അവിടെ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ടത് ചിലപ്പോൾ കുട്ടിക്ക് തിരിച്ചു വരാൻ വഴി അറിയാതെ പേടിച്ചിട്ട് ഫിക്സ് വരാൻ സാധ്യതയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് കൃത്യമായിട്ട് പരിശോധിക്കുമെന്ന് വിചാരിക്കുന്നു. രാത്രി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തെരച്ചിലുണ്ടോ, ഫയർ ആൻഡ് റെസ്ക്യൂ അവരുടെ തെരച്ചിൽ ഇന്ന് നിർത്തി. ഡോഗ് സ്ക്വാഡ് പോയ സ്ഥലത്ത് ആ കുളത്തിൽ പരിശോധിച്ചപ്പോൾ അവിടെ ചാൻസസ് വളരെ കുറവാണ് എന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ പറയുന്നത്. കാരണം അതിൽ ഒരു താമരക്കുളമായതുകൊണ്ട് വീണാൽ തന്നെ കുളത്തിൻ്റെ സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നമ്മളൊരു ശുഭപ്രതീക്ഷയിൽ കുട്ടി മയങ്ങി വീണിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ഇരിക്കാം. അത് എന്തായാലും നാട്ടുകാരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇന്ന് രാത്രി എന്തായാലും ഒരു തെരച്ചിൽ, ഇപ്പോൾ അവർ 12 മണി മുതൽ നാട്ടുകാർ തെരച്ചിലിലാണ്. പോലീസ് വന്നത് മുതൽ പോലീസും അതിൻ്റെ മുഴുവൻ തെരച്ചിലായിരുന്നു. പിന്നെ എന്തായാലും തെരച്ചിൽ നിർത്തുന്നില്ല. നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടെ തന്നെ മുന്നോട്ട് പോകാം.